ഫിർഔൻ്റെ ആൾക്കാർക്ക് എൻ്റെ താക്കീതുകൾ വന്നു. പിന്നെ ഫറവോൻ്റെ കഥയിലേക്ക് അങ്ങോട്ട് ചാടുകയാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയെല്ലാം അവർ നിഷേധിച്ചു. അപ്പോൾ പ്രതാപശാലിയും കഴിവുള്ളവനുമായ ഒരുവൻ്റെ പിടുത്തം അവരെ നാം പിടിച്ചു. നിങ്ങളിലുള്ള സത്യനിഷേധികൾ അവരെക്കാൾ മികച്ചവരാണോ? അതോ വേദപ്രമാണങ്ങളിൽ നിങ്ങൾക്ക് വല്ല ഒഴിവും ഉണ്ടോ? അതല്ല, ഞങ്ങൾ സ്വരക്ഷാ നടപടി എടുക്കുന്നു, സുശക്തമായ ഒരു സംഘമാണെന്ന് അവർ പറയുന്നുവോ? ആ സംഘം പിന്നീട് പരാജയപ്പെടുത്തപ്പെടും, അവർ പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്യും. അത്രയുമല്ല, അന്ത്യഘട്ടമാണ് അവരുടെ നിശ്ചിത സമയം. അന്ത്യഘട്ടമാകട്ടെ ഏറ്റവും അപൽക്കരമായതും ഏറ്റവും കയ്പായതുമാകുന്നു. അപ്പോൾ ഈ മക്കാ മുശ്രിക്കുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്ന് മുഹമ്മദിൻ്റെ മനസ്സിൽ അന്നു തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന നിരവധി വാക്യങ്ങൾ ഖുർആനിൽ ഉള്ളതായി നമ്മളിതിനു മുമ്പ് കണ്ടു. ഇവിടെയും അതുതന്നെയാണ് പുറത്തേക്ക് ചാടുന്നത്. ഇവരെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്ന് മുഹമ്മദ് മനസ്സിൽ അന്ന് ഉറപ്പിച്ചിരുന്നു എന്നതിൻ്റെ സൂചന ഇവിടെയും വരുന്നുണ്ട്. ഇങ്ങനെ ഈ പൂർവ്വകഥകളെല്ലാം പറഞ്ഞുകൊണ്ട്, ഈ പൂർവീകരുടെ കെട്ടുകഥകൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മക്കയിലെ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ് ഖുർആനിൽ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്.